ചോദ്യം, ഖിദർ നബിയെ ചില ആളുകൾ ഇന്നും കാണുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഒന്ന് പറഞ്ഞു തരുമോ? സൂഫികൾ നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഒരുപാട് അബദ്ധ വിശ്വാസങ്ങളിൽപ്പെട്ട ഒരു വിശ്വാസമാണ്. ഷിയാക്കൾ സൂഫിസം ഉണ്ടാക്കി വിട്ടു. ആ സൂഫികൾ ത്വരീഖത്തുകാർ അവർ ഒരുപാട് പിഴച്ച വിശ്വാസങ്ങൾ മുസ്ലിം സമുദായത്തിൽ പ്രചരിപ്പിച്ചു. അവരാണ് ചില ആളുകൾക്ക് അപ്രമാദിത്വം കൽപ്പിച്ചത്. എവിടുന്ന് വിളിച്ചാലും കാണും, എവിടെയും ഓടിയെത്തും, എവിടെയും സഹായിക്കും തുടങ്ങിയ വിശ്വാസങ്ങളൊക്കെ സൂഫികൾ ചില ശൈഖന്മാരെ കുറിച്ച് പരിചയപ്പെടുത്തിയതാണ്. ആ കൂട്ടത്തിൽ അവർ പരിചയപ്പെടുത്തിയ ഒന്നാണ് 4 പ്രവാചകന്മാർ മരിക്കാതെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഖിദർ അലൈഹിസ്സലാമയായി അവർ പരിചയപ്പെടുത്തുന്നത്. ഹയ്യാനി ഫിൽ അർളി ഖദറും വ ഇല്യാസു വഫിസ് സമാഇ കദാ ഈസാ വ ഇദ്രീസു എന്ന് സൂഫികൾ സാധാരണ പറയാറുണ്ട്. അതിൽപ്പെട്ട ഖിദർ അലൈഹിസ്സലാം മരിച്ചിട്ടില്ല, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുകയും അദ്ദേഹം ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്, പല വേഷത്തിൽ വരും, ചിലപ്പോൾ യാചകന്റെ വേഷത്തിൽ വരും, അല്ലാത്ത വേഷത്തിൽ വരും എന്നൊക്കെയുള്ള കഥകൾ അത് ശരിയല്ല. അത് സൂഫികൾ പ്രചരിപ്പിച്ചു. ആ സൂഫികളുടെ സൃഷ്ടിയായതുകൊണ്ട് മുഹീദ്ദീൻമാലയിൽ അത് സ്ഥാനം പിടിച്ചു. ഏറിയ കൂറും ഖിദറെ കാണുന്നവർ എന്ന് മുഹീദ്ദീൻമാലയിൽ കാണാം. പലപ്പോഴും ഖിദർ ഇസ്ലാമിനെ അദ്ദേഹം കാണാറുണ്ട്. അതില്ല. മാത്രവുമല്ല, ഇങ്ങനത്തെ വിശ്വാസം നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ സ്വഹീഹ് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതൻ, അദ്ദേഹം ഒരു കിതാബ് തന്നെയും എഴുതി. നുസ്ഹത്തുൻ നളർ ഫി ഹയാത്തിൽ ഖദർ എന്ന പേരിൽ ഖിദർ ഇസ്ലാം ജീവിച്ചിരിപ്പില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ആയത്തുകളെയും ഹദീസുകളെയും വെളിച്ചത്തിൽ അദ്ദേഹം അത് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഖിദർ ഇസ്ലാം എന്നല്ല, ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നതൊഴിച്ചാൽ മറ്റു പ്രവാചകന്മാരാരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നതിൽ തെളിവില്ല. മാത്രമല്ല, അവരാരും ഇവിടെ ഒട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്നുമില്ല. വിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്, അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ, നബിയെ താങ്കൾ മരിച്ചാൽ ഇനി അവർ കാലാകാലം ജീവിക്കുമെന്നാണോ എന്ന് ഖുർആൻ തന്നെ നബിയോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ശാശ്വതമായ വാസം എന്നത് ആർക്കുമില്ല. പ്രവാചകർക്ക് പോലും അത് ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ഇനി ആരുണ്ടാവുമല്ലോ. പിന്നെ ദുനിയാവിൽ ആരെങ്കിലും ശാശ്വതമാവുകയാണെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ എന്ന ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. അതുകൊണ്ട് ആ സൂഫികൾ പ്രചരിപ്പിച്ച തെറ്റായ വിശ്വാസമാണ്. ഖിദർ ഇസ്ലാം ഇവിടെ ഉണ്ട്, അദ്ദേഹം ഔലിയാക്കന്മാർക്ക് നേതൃത്വം നൽകുന്നു, ഔലിയാക്കന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നു, എവിടുന്ന് വിളിച്ചാലും ഓടിയെത്തും എന്നൊക്കെ പറഞ്ഞ കുത്തുബുൽ അഖ്താബ്, കുത്തുബു സമാന്, ഗൗസ്, നുഖബായ്, നുജബായ് ഇതൊക്കെ സൂഫികൾ ഉണ്ടാക്കിയ ചില സാങ്കേതിക ശബ്ദങ്ങളാണ്. അല്ലാതെ വല്ലാ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടതുത്തീരം ചെയ്യും ഞാനെന്നോ അവർ, അതൊക്കെ സൂഫി വിശ്വാസമാണ്. ആ സൂഫിസം ഉണ്ടാക്കിയതാവട്ടെ ഷിയാക്കളാണ്, ഷിയാക്കൾ ഉണ്ടാക്കിയതാവട്ടെ ജൂതന്മാരാണ്. അതുകൊണ്ട് തന്നെ ആ വക രീതികൾ ശരിയല്ല. അവർ കൊണ്ടുവന്ന പിഴച്ച വിശ്വാസങ്ങളൊക്കെയും നമ്മൾ വർജിക്കുക, ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ സമാപനമായിക്കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ബഹുമാനായ CP സലീം ഇവിടെ സംസാരിക്കും. അതുകൊണ്ട് കഴിഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് പിരിയാം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.